ഇന്ധന ഇറക്കുമതി കുറച്ച് ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശിൽ 2.73 ലക്ഷം കോടി രൂപയുടെ വൻ പദ്ധതി പ്രഖ്യാപിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്. പരമ്പരാഗതമായ ഖനന രീതികൾ ഒഴിവാക്കി ഭൂമിക്കടിയിൽ വെച്ച് തന്നെ കൽക്കരിയെ വാതകമാക്കി മാറ്റുന്ന അണ്ടർഗ്രൗണ്ട് കോൾ ഗ്യാസിഫിക്കേഷൻ സാങ്കേതിക വിദ്യയാണ് റിലയൻസ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലൂടെ ഹൈഡ്രജൻ, മെഥനോൾ, അമോണിയ, കൃത്രിമ പ്രകൃതിവാതകം എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. പ്രധാനമായും 3 ഘട്ടങ്ങളായാണ് റിലയൻസ് ഈ ഭീമൻ പദ്ധതി പൂർത്തിയാക്കുന്നത്. ഒന്നാം ഘട്ടം പര്യവേഷണമാണ്. 3000 കോടി രൂപയുടെ പ്രാഥമിക നിക്ഷേപത്തോടെ ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ പദ്ധതിയുടെ സാങ്കേതിക പ്രായോഗികത പരിശോധിക്കും. 2027 അവസാനത്തോടെ ഇത് പൂർത്തിയാകും. രണ്ടാം ഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങളാണ്. ആദ്യഘട്ടം വിജയകരമായാൽ 1.2 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ച് മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കും. മൂന്നാം ഘട്ടത്തിൽ വാണിജ്യ ഉൽപ്പാദനമാണ്. ബാക്കി വരുന്ന 1.5 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ച് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പൂർണ്ണ ഉൽപ്പാദനം ആരംഭിക്കും. ആന്ധ്രാപ്രദേശിലെ 2 പ്രധാന ബ്ലോക്കുകളിലാണ് പദ്ധതി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചിന്തലപ്പുടിയിൽ 3000 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ മേഖലയിൽ 904.94 ദശലക്ഷം ടൺ കൽക്കരി ശേഖരമാണുള്ളത്. റച്ചർലയിൽ 5500 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ 2225.67 ദശലക്ഷം ടൺ കൽക്കരി ശേഖരം പ്രതീക്ഷിക്കുന്നു. ഭൂനിരപ്പിൽ നിന്ന് 500 മീറ്ററിലധികം ആഴത്തിലുള്ള കൽക്കരി പാളികളിലേക്ക് കിണറുകൾ നിർമ്മിച്ച് അതിലേക്ക് വായുവോ നീരാവിയോ കടത്തിവിട്ട് ഭാഗികമായി കത്തിക്കുന്നു. തുടർന്ന് രൂപപ്പെടുന്ന ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ എന്നിവയടങ്ങിയ വാതകം മറ്റൊരു കിണർ വഴി ഉപരിതലത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാതകം വളം, സ്റ്റീൽ നിർമ്മാണം, മെത്തനോൾ, മറ്റ് കൃത്രിമ ഇന്ധനങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം LNG, യൂറിയ, അമോണിയം നൈട്രേറ്റ്, മെത്തനോൾ എന്നിവയുടെ ഇറക്കുമതിക്കായി ഇന്ത്യ ചെലവഴിച്ചത് 2.77 ലക്ഷം കോടി രൂപയാണ്. നിലവിൽ ആവശ്യമായ LNGയുടെ 50%, യൂറിയയുടെ 20% നമ്മൾ വിദേശത്തു നിന്നാണ് എത്തിക്കുന്നത്. റിലയൻസിന്റെ ഈ പദ്ധതി വിജയിച്ചാൽ ഇന്ധന ഇറക്കുമതി ചിലവ് വൻതോതിൽ കുറയ്ക്കാൻ ഇന്ത്യക്ക് കഴിയും. സാമ്പത്തിക നേട്ടങ്ങൾ വലുതാണെങ്കിലും വലിയ പാരിസ്ഥിതിക സാങ്കേതിക വെല്ലുവിളികളും ഇതിനു മുന്നിലുണ്ട്. 600 മീറ്ററിലധികം ആഴത്തിൽ വാതകവൽക്കരണം നടത്തുമ്പോൾ ഭൂഗർഭ മലിനീകരണം, വാതക ചോർച്ച, ഭൂമി ഇടിയൽ എന്നിവയ്ക്കുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ഭൂമിക്കടിയിലെ ഈ പ്രക്രിയ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്തുക എന്നത് അതിസങ്കീർണമായ കാര്യമാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സാമ്പത്തിക പ്രോത്സാഹന സഹായങ്ങൾ ഉപരിതല വാതകവൽക്കരണ പദ്ധതികൾക്ക് മാത്രമായതിനാൽ ഈ പദ്ധതിക്ക് നേരിട്ടുള്ള സഹായം ലഭ്യമാകില്ല എന്നതും ശ്രദ്ധേയമാണ്.